KSRTCയുടെ ചരിത്രത്തിൽ ഇടം നേടി കാട്ടാക്കടക്കാരി. കാട്ടാക്കടയിൽ ടാക്സി ഡ്രൈവറായിരുന്ന രസാലത്തിൻ്റെയും ശാന്തയുടെയും മകളും കാട്ടാക്കട തരികത്തി വീട്ടിൽ വെൽഡിംഗ് തൊഴിലാളിയായ ബനാർജിൻ്റെ ഭാര്യയുമായ രാജിയാണ് ആനവണ്ടിയുടെ വളയം പിടിച്ച് ചരിത്രത്തിൽ ഇടം നേടുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെയും കാട്ടാക്കടയിലെയും ആദ്യത്തെ ആനവണ്ടി വനിതാ ഡ്രൈവറായി രാജി മാറുകയായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കാറും പിന്നീട് ലോറിയുമൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വാഹനം കഴുകാനും അറ്റകുറ്റപ്പണിയുമൊക്കെ കൂടെ കൂടി തുടങ്ങിയതാണ് രാജിക്ക് വാഹനത്തോടുള്ള കമ്പം. ഈ ഇഷ്ടം സ്കൂൾ പഠനകാലത്തും ഡിഗ്രി പഠനകാലത്തുമൊക്കെ തുടരുകയും ചെയ്തു. ഇതിനിടെ സ്കൂട്ടറും കാറും ലോറിയുമൊക്കെ ഓടിക്കാൻ അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെ പഠിച്ചു. വാഹനത്തോടുള്ള ഇഷ്ടവും കൂടുതൽ സമയം വാഹനം ഓടിക്കണമെന്ന ആഗ്രഹവും ചെന്നെത്തിയത് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകയുടെ വേഷത്തിലുമാണ്. അവിടെ നിന്നുമാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗിക ഡ്രൈവർ വേഷത്തിലേക്ക് രാജി എത്തിയിരിക്കുന്നത്. 1.5 പതിറ്റാണ്ടോളമായി കാട്ടാക്കടയുടെ നിരത്തുകളിൽ രാജി ഡ്രൈവിംഗ് പരിശീലക എന്ന നിലയ്ക്ക് വളരെയേറെ പരിചിതയാണ്. എപ്പോഴും കാറിൽ പ്രായഭേദമന്യേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിപ്പോകുന്ന രാജിയെ അറിയാത്തവരില്ല. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:50 കാട്ടാക്കടയിൽ നിന്ന് കാട്ടാക്കട പ്ലാമ്പഴിഞ്ഞി കന്നിറൂട്ടിൽ കണ്ടക്ടർ അശ്വതി ഡബിൾ ബെല്ലടിച്ച് ആദ്യ ട്രിപ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ RNE 959 വേണാട് ബസ്സിലെ യാത്രക്കാർക്കും സ്റ്റാൻഡിൽ ഇതേ ബസ്സിന് സമീപത്തുണ്ടായിരുന്ന മറ്റു ബസ്സിലെയും സ്റ്റാൻഡിൽ കാത്തുനിന്ന യാത്രക്കാർക്കുമൊക്കെ കൗതുകമായി. ഇതേ സ്ഥിതി തന്നെയായിരുന്നു നിരത്തിലുടനീളം. ആനവണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ വനിതയാണെന്ന് കണ്ട ആളുകൾ കൈകാണിച്ചും പ്രോത്സാഹിപ്പിച്ചും ചിലർ ഉച്ചത്തിൽ വിളിച്ചും ആശംസയും ഉപദേശവും നൽകി. GTV ന്യൂസ്, കാട്ടാക്കട.